വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആനകളെ തുരത്താൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവിയർ ചിറ്റിലപ്പിള്ളി MLAയുടെ ഓഫീസിനു മുന്നിൽ നിൽപ്പ് സമരം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നേതൃത്വം നൽകി. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വർഷമായി വടക്കാഞ്ചേരി മേഖലയിൽ നമ്മുടെ ചുരം തുറന്നതിന് ശേഷം ആനകൾ ഇറങ്ങി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് പന്നിശല്യം മാത്രമാണ് നേരിടേണ്ടി വന്നിരുന്നത്. പന്നികളെ വെടിവെക്കാനൊക്കെ സർക്കാർ ഉത്തരവിട്ടെങ്കിലും പക്ഷെ അതൊന്നും നഗരസഭാ മേഖലയിൽ കാര്യമായിട്ട് നടന്നില്ല. മറ്റു പല പഞ്ചായത്തുകളിലും അവർ വെടിക്കാരെ കൊണ്ടുവന്ന് കുറേ പന്നികളെ വെടിവെച്ചുവെങ്കിലും നഗരസഭാ മേഖലയിൽ ഇപ്പോഴും പന്നിശല്യം രൂക്ഷമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചുരം തുറന്നതിന് ശേഷം രണ്ട് വനപ്രദേശവും തമ്മിലുള്ള കണക്ഷൻ തിരിച്ച് വനമേഖലയിലേക്ക് കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത്. അത് നേരെ വാഴാനിയിലെത്തുകയും വാഴാനിയിൽ നിന്ന് അകമലയിലെത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒരാനയെ അവിടെ പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച വൈദ്യുതിക്കണിയിൽപ്പെട്ടൊരു ആന മരിക്കുകയും അതിനെ തുടർന്നുണ്ടായ വിവാദമൊക്കെ നമുക്കറിയാം. കൊമ്പെടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ഈ ആനകളിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ആദ്യം വന്ന് വനമേഖലയോട് അടുത്ത പ്രദേശങ്ങളിൽ വന്നു പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻകുട്ടിയേട്ടൻ അകമനയിൽ താമസിക്കുന്ന ഗോവിന്ദൻകുട്ടിയേട്ടൻ്റെ 500ഓളം വാഴകൾ ചവിട്ടി ഒടിച്ച് അതിൽ അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഭക്ഷിച്ചു പോയി. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സമരം 4-5 സമരം ഇതിനു വേണ്ടി തന്നെ കർഷകർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം നയിച്ചുകൊണ്ടിരിക്കും. MLA ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നടന്നൊരു കാലഘട്ടമുണ്ടായി. അന്ന് കുറച്ച് പേരുടെ പേരിൽ കേസെടുത്തു. അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കേസെടുത്തു മുന്നോട്ട് പോയി. അത് പിന്നെ പോലീസുകാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശമാണ്, എന്ത് കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ഇറങ്ങിയാൽ കേസ് എടുത്തോ അങ്ങനെയെങ്കിലും അവരെ മരവിപ്പിക്കാം, നിരുത്സാഹപ്പെടുത്താം എന്നുള്ള ചിന്താഗതിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നു. രണ്ടാം ഭരണം വന്നപ്പോൾ അവർ ഏകാധിപത്യ ഭരണമായി മുന്നോട്ട് പോകുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇത് വെള്ളിരിക്കാൻ പറ്റുന്നല്ലോ. കേസുകൊണ്ടൊന്നും കോൺഗ്രസ് നേതാക്കന്മാര് വീട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നില്ല എന്നുള്ള വളരെ യാഥാർത്ഥ്യം. സമരം താനായി മുന്നോട്ട് പോയി ജനാധിപത്യം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യ മണ്ണിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളൂ. ആ കോൺഗ്രസുകാരെ ഉമ്മാക്കി കാട്ടി മാർക്സിസ്റ്റുകാരും ഇടതുപക്ഷവും പേടിപ്പിക്കണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. DCC സെക്രട്ടറി PJ രാജു, മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ്, TV സണ്ണി, ശശിമംഗലം, ബാബുരാജ് കണ്ടേരി, രാധാകൃഷ്ണൻ CR, സന്ധ്യ കൊടക്കാടത്ത്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, KSU ജില്ലാ സെക്രട്ടറി നിഹാൽ റഹ്മാൻ, KH സിദ്ദിഖ്, കൗൺസിലർമാരായ ജിജി സാംസൺ, അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, K ഗോപാലകൃഷ്ണൻ, രമണി പ്രേമദാസൻ, G ഹരിദാസ്, MA സുധൻ, ജയമോൻ, NV വില്യംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.